നമസ്തേ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുപരമ്പരകളെ സ്മരിക്കുവാൻ വേണ്ടി നമ്മുടെ പൂർവികർ നമ്മൾക്ക് തന്നിട്ടുള്ള പുണ്യദിനമാണ് ഗുരുപൂർണിമ എന്ന മനോഹരമായ സുദിനം. ഗുരുക്കന്മാരില്ലാതെ ആർക്കും ഒന്നും നേടുവാൻ കഴിയുകയില്ല. ഈശ്വര ദർശനം ലഭിക്കണമെങ്കിൽ 3 കവാടങ്ങൾ നമ്മൾ മറികടക്കണമെന്ന് പറയുന്നു. ആദ്യത്തെ കവാടം അമ്മയെന്ന് പറയുന്ന മാതൃകവാടം, രണ്ടാമത്തത് പിതാവെന്ന പിതൃകവാടം, മൂന്നാമത്തത് ഗുരുവിൻ്റെ കടാക്ഷമാകുന്ന ഗുരുകവാടം. ഈ 3 കവാടങ്ങളെ കൃത്യമായി തൃപ്തിപ്പെടുത്തി അവരുടെ ആശിസ് നേടാതെ ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാവുകയില്ല. അത്ര മഹത്തരമാണ് ഗുരുവിൻ്റെ സ്ഥാനം. ഗുരുക്കന്മാരുടെ കൃപാകടാക്ഷത്താലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല ഐശ്വര്യങ്ങളും നമ്മിലേക്ക് എത്തപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മിലെത്താൻ സാധ്യതയുണ്ടായിരുന്ന പല സങ്കടങ്ങളും നമ്മുടെ അരികിലേക്ക് പോലും എത്താതിരുന്നതിനുള്ള നിമിത്തവും നമ്മുടെ ഗുരുക്കന്മാരാണ്. അവർ തന്ന ദിവ്യമായ ജ്ഞാനമാണ്, അറിവാണ്. നമ്മുടെ ഉള്ളിലെ എല്ലാവിധമായ അന്ധകാരങ്ങളെയും അജ്ഞതകളെയും ഇല്ലായ്മ ചെയ്ത് വിജ്ഞാനത്തിൻ്റെ സുപ്രകാശ പൊലിമയെ നമ്മിലേക്ക് എത്തിച്ചു ഗുരുപരമ്പരകൾ. അവരുടെ കണ്ണിൻ്റെ ദിവ്യമായ കാഴ്ചകൾ അവരുടെ കണ്ണുകളിലൂടെ അവർ നമ്മൾക്കായി പകർന്നു തന്നു. അവരുടെ ഹൃദയത്തിലെ ദിവ്യമായ ജ്ഞാനത്തിൻ്റെ അക്ഷയഖനികൾ അവർ നമ്മൾക്കായി തുറന്നു തന്നു. തന്മൂലം നമ്മുടെ ഹൃദയവും നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും എന്തിന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പോലും ജ്ഞാനത്താൽ ധന്യമായി. നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിനും നിശ്ചയദാർഢ്യത്തോടുകൂടി പൂർത്തീകരിക്കുന്നതിനും ഗുരുപരമ്പരകൾ നമ്മൾക്ക് തന്ന അനുഗ്രഹം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. സമസ്ത ഗുരുപരമ്പരകളുടെയും ഗുരുവായി കണക്കാക്കുന്നത് ഭഗവാൻ പരമേശ്വരനെയാണ്, ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ഗുരു എന്നത് തുല്യം വെക്കാനില്ലാത്ത ഒരു തലമാണ്. ഒരു ഗുരു തൻ്റെ ശിഷ്യനെ പുത്രനേക്കാൾ കൂടുതൽ പ്രിയങ്കരമായ രീതിയിൽ കാണണം. ഇത് പറയുന്നത് സാധാരണക്കാരായ വ്യക്തിയല്ല. ഒരിക്കൽ തൻ്റെ പുത്രനായ ഗണപതിയുടെ കൊമ്പ് പരമേശ്വരൻ്റെ തന്നെ പ്രിയ ശിഷ്യനായ പരശുരാമൻ മുറിച്ചപ്പോൾ കുപിതയായ സങ്കടഗ്രസ്തയായ പാർവതി പരാതിയും പരിഭവവും പറയുമ്പോൾ നാരായണൻ പാർവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അല്ലയോ ദേവി, അവിടുത്തേക്ക് അറിയാത്തതല്ല എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്. പുത്രന് സംഭവിച്ച ഈ സങ്കടം അല്ലെങ്കിൽ നഷ്ടം അമ്മയുടെ ജ്ഞാനത്തെ അല്പനേരത്തേക്ക് ഇല്ലായ്മ ചെയ്തതാകാം, അടച്ചതാകാം. അതുകൊണ്ട് അവിടെ നിന്നൊന്ന് ഓർക്കണം. അവിടുത്തെ പുത്രൻ്റെ കൊമ്പിന് നഷ്ടം സംഭവിച്ചിട്ടും പരമേശ്വരൻ പരശുരാമനോട് ക്ഷുഭിതനാകാതിരുന്നത് പുത്രനേക്കാൾ പ്രിയങ്കരനായിരിക്കണം ശിഷ്യൻ എന്ന ആ ദിവ്യമായ ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ്. പുത്രന് താൻ എത്രത്തോളം പ്രീതി കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, അതിനുമപ്പുറം കരുണയും ശ്രദ്ധയും കൊടുക്കേണ്ടതാണ് ശിഷ്യന്. ഒരുപക്ഷെ ഈ ദിവ്യമായ ഉപദേശത്തെ സ്വീകരിച്ചത് കൊണ്ടാകാം ദ്രോണാചാര്യർ തൻ്റെ പുത്രനായ അശ്വത്ഥമാവിന് കൊടുക്കാതിരുന്ന പല ദിവ്യമായ അറിവുകളും തൻ്റെ പുത്രനേക്കാൾ കൂടുതൽ അദ്ദേഹം സ്നേഹിച്ച അർജുനന് കൊടുത്തത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇന്നീ കാണുന്ന രീതിയിൽ ഐശ്വര്യത്തിന് നിമിത്തമായിട്ടുള്ളത് ഗുരുപരമ്പരകളാണ്. അതുകൊണ്ട് ഗുരുക്കന്മാരോട് നമ്മൾക്ക് ഈ പുണ്യദിനത്തിൽ ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ഐശ്വര്യകരമാകണമെങ്കിൽ ഗുരുക്കന്മാർ തീർച്ചയായും ഉണ്ടാകണം. ഭഗവാന്റെ അഭിപ്രായത്തിൽ 24 ഗുരുക്കന്മാരുണ്ട് എന്ന് പറയുന്നു ഭാഗവതം. അതിൽ ചിലന്തി, പക്ഷികൾ എല്ലാം ഗുരുക്കന്മാരാണ്. ഗുരു എന്നത് LKG-യിലോ UKG-യിലോ ആശാമ്പള്ളിയിലോ ഹയർ സെക്കൻഡറി സ്കൂളിലോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ളതല്ല, മറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് നമ്മൾക്ക് പ്രദാനം ചെയ്യുന്ന വ്യക്തി. അത് കർഷകനാകട്ടെ, തയ്യൽക്കാരനാകട്ടെ, ആരുമായിക്കോട്ടെ, സാധാരണക്കാരിൽ സാധാരണക്കാരനായിക്കോട്ടെ, ഒരു ഏഴ് ആയിക്കോട്ടെ, ദിവ്യമായ ഒരു സത്യമായ ജ്ഞാനത്തെ നമുക്ക് പ്രദാനം ചെയ്യുകയും നമ്മുടെ ജീവിതത്തെ സർവ്വവിധമായ അന്ധകാരങ്ങളിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും കരകയറ്റുവാനുള്ള സംഭാവനകൾ തന്നവരൊക്കെ ഗുരുക്കന്മാർ തന്നെയാണ്, ഗുരുപരമ്പരകളിൽപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് ആ സമസ്ത ഗുരുപരമ്പരകളെയും നമ്മൾക്ക് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിലെ എല്ലാവിധമാകുന്ന അജ്ഞാനമാകുന്ന അന്ധകാരങ്ങളും നിങ്ങളുടെ കൃപയാൽ കരുണയാൽ ഇല്ലാതാകണം. ഗുരുവിൻ്റെ കണ്ണുകളിലൂടെയാകണം ഞാനെല്ലാം കാണേണ്ടത്. ഗുരുവിൻ്റെ കാതുകളിലൂടെയാകണം ഞാനെല്ലാം കേൾക്കേണ്ടത്. ഗുരുവിൻ്റെ നാവിലൂടെയാകണം ഞാനെല്ലാം പറയേണ്ടത്. എന്തിന്? എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും ഗുരുപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. പറയുവാൻ പാടില്ലാത്തതോ കേൾക്കുവാൻ പാടില്ലാത്തതോ ചെയ്യുവാൻ പാടില്ലാത്തതോ ആയ യാതൊന്നും എന്നിൽ നിന്നുണ്ടാകാതെ പരിപൂർണമായ ദിവ്യമായ ഉത്തമമായ തലത്തിലേക്ക് ഈ ഉള്ളവനെ എത്തിക്കണം. നിങ്ങളുടെ തൃപ്പാദങ്ങളെ ശരണമായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഗുരു ബ്രഹ്മനാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു ശിവനാണ്. കാരണം എന്തും നേടണമെങ്കിൽ ജ്ഞാനം വേണം.
ആ ജ്ഞാനത്തിൻ്റെ ആദ്യതലമാണ് ബ്രഹ്മനെങ്കിൽ നേടിയ ജ്ഞാനത്തെ അതാതു സമയങ്ങളിൽ കൃത്യമായി ഉപയോഗിച്ച് അതിൽ നിന്ന് വിജയം നേടുവാനുള്ള കരുത്തുണ്ടാകണം. അത് വിഷ്ണുവിൻ്റെ തലമാണെങ്കിൽ നേടിയ ജ്ഞാനത്തെ ഉപയോഗിച്ച് കരഗതമാക്കിയ ഐശ്വര്യത്തെ നിലനിർത്തുവാനും ഉത്തമകരമായ തലത്തിലേക്ക് അതിനെ എത്തിക്കുവാനുമുള്ള ശ്രദ്ധയും പ്രവൃത്തിയും എത്തിക്കുന്ന തലമാണ് പരമേശ്വര തലം. അതുകൊണ്ട് സമസ്ത ഗുരുപരമ്പരകളുടെയും കൃപാകടാക്ഷത്താൽ നമ്മുടെ ജീവിതമെല്ലാം സങ്കടങ്ങളിൽ നിന്ന് മുക്തിയെ നേടത്തക്ക രീതിയിലേക്ക് ഉയർത്തപ്പെടട്ടെ. നമ്മുടെ ഏവരുടെയും ജീവിതം ഐശ്വര്യത്താൽ ധന്യമാകട്ടെ. അതുകൊണ്ട് ഭക്തിയാദരപൂർവ്വം ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. എൻ്റെ മനസ്സിലെ എല്ലാവിധമായ അജ്ഞാനങ്ങളും അന്ധകാരങ്ങളും ഇല്ലാതാക്കി വ്യക്തമായ ജ്ഞാനത്താൽ ദിവ്യമായ പ്രകാശത്തെ പ്രദാനം ചെയ്ത് നേർവഴി കാട്ടുന്ന ഗുരുപരമ്പരകളെ ബ്രഹ്മദേവനും വിഷ്ണുവിനും മഹേശ്വരനും തുല്യമായ തൃച്ചേവടികളെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഗുരുപരമ്പരകളോട് ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ മനസ്സാ വാചാ കർമ്മണ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പുറത്ത് എൻ്റെ അറിവിൻ്റെ കുറവാണ് എന്ന് കരുതി എന്നോട് ക്ഷമിച്ചുകൊണ്ട് ഉത്തമമായ അനുഗ്രഹത്താൽ ആശീർവാദത്താൽ ഗുരു കടാക്ഷത്താൽ ഈയുള്ളവരെ ധന്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ആ ഗുരുപാദ പത്മങ്ങളിലേക്ക് ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം.